1915 നവംബർ 16-17 തീയതികളിൽ കർത്താർ സിംഗ് ഉൾപ്പെടെ 42 ഗദർ പാർട്ടി വിപ്ലവകാരികളെ കോടതി ഉത്തരവ് പ്രകാരം തൂക്കിലേറ്റി. കർത്താർ സിംഗിന് അന്ന് 19 വയസ്സായിരുന്നു പ്രായം. ഒന്നാം ലാഹോർ ഗൂഢാലോചന കേസ് എന്നാണ് ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. 291 വിപ്ലവകാരികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ ചെയ്തത്. 42 പേർക്ക് മരണശിക്ഷ വിധിച്ചു. 114 പേരെ അന്തമാനിലേക്ക് നാടുകടത്തി. കുറെ ആളുകൾക്ക് വിവിധ കാലങ്ങളിലായി ജയിൽ ശിക്ഷ നൽകി. കർത്താർ സിംഗിന്റെ മരണം ബാലനായ ഭഗത് സിംഗിനെ ഏറെ ദുഃഖിപ്പിച്ച സംഭവമായി. കർത്താറിന്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതെപ്പോഴും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു ഭഗത് സിംഗ്. കനൽകെടാതെ കിടന്ന നെരിപ്പോടായി ഭഗത് സിംഗ് എന്ന ബാലനെ ആ ഛായാപടം അസ്വസ്ഥമാക്കി. 1919 മാർച്ച് 8 ബ്രിട്ടീഷ് രാജ് റൗലറ്റ് ആക്ട് എന്ന പേരിൽ ഒരു കരി നിയമം പാസാക്കി. ആര് വേണമെങ്കിലും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാനും ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി. റൗളറ്റ് ആക്ട് എന്ന കരിനിയമത്തിനെതിരെ ഇന്ത്യയൊട്ടുക്കും പ്രതിഷേധം അലയടിച്ചുയർന്നു. പ്രകടനങ്ങളും ഹർത്താലുകളും നടന്നു. പഞ്ചാബിലെങ്ങും ഇതിന്റെ അലയൊലികളുണ്ടായി. 1919 ഏപ്രിൽ 6 ലാഹോറിൽ ഹർത്താൽ ആചരിച്ചു. ഏപ്രിൽ 10 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനമുണ്ടായി. വിദ്യാർത്ഥികളുടെ പ്രകടനത്തിനു നേരെ പോലീസ് വെടിവെച്ചു. അമൃത്സറിലും പ്രകടനവും ഹർത്താലുമുണ്ടായി. നഗരത്തിലെ 2 പ്രമുഖ നേതാക്കളായ ഡോക്ടർ സത്യപാലിനെയും അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ കിച്വിനെയും അറസ്റ്റ് ചെയ്ത് നഗരത്തിന് പുറത്തേക്ക് നാടുകടത്തിയത് വൻ പ്രക്ഷോഭണത്തിന് കാരണമായി. ജനക്കൂട്ടം ടെലിഫോൺ എക്സ്ചേഞ്ചിനും ഇതര ബ്രിട്ടീഷ് ഓഫീസുകൾക്കും തീയിട്ടു. ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിൽ പട്ടാളം അമൃത്സറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വീഥികളിലൂടെ പട്ടാളം റോന്തു ചുറ്റി. രാത്രി നഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തി. യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചു. രോഷാകുലരായ ജനങ്ങൾ നിയമം ലംഘിച്ച് യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഏപ്രിൽ 13 വൈശാഖി ഉത്സവത്തിന്റെ ഭാഗമായി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഗ്രാമീണർ അമൃത്സറിലെത്തി. അവരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു ജാലിയൻ വാലാബാഗ് മൈതാൻ. അന്ന് ആ മൈതാനത്ത് നാട്ടുകാർ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. പത്രങ്ങളൊന്നും പ്രചാരത്തിലില്ലാതിരുന്ന ആ കാലത്ത് നഗരത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഗ്രാമീണർക്ക് ഒന്നും അറിവുണ്ടായിരുന്നില്ല. കർഫ്യൂ, പൊതുയോഗ നിരോധനം എന്നിവയെക്കുറിച്ചൊന്നും അവർക്കറിയില്ലായിരുന്നു. 5 അതിലധികമോ ആളുകൾ കൂട്ടം കൂടരുതെന്ന പട്ടാള ഉത്തരവിന്റെ ലംഘനമായിരുന്നു മൈതാനത്തെ യോഗം. മൈതാനത്തിന് ചുറ്റും വലിയ കെട്ടിടങ്ങളായിരുന്നു, ഉയർന്ന മതിൽക്കെട്ടുകളും. മൈതാനത്തിൽ പ്രവേശിക്കാൻ ഏതാനും ചെറിയ ഗേറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 2 എണ്ണം ഒഴിച്ച് ബാക്കി ഗേറ്റുകൾ അടഞ്ഞുകിടന്നു. യോഗം തുടങ്ങി. പെട്ടെന്നാണ് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ പട്ടാളം മൈതാനത്തേക്ക് പ്രവേശിച്ചത്. 90 പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. നിഷ്ഠുരതയ്ക്ക് പേരുകേട്ട ജനറൽ ഡയർ ആൾക്കൂട്ടം കണ്ടതോടെ മുൻപിൻ ആലോചിക്കാതെ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് അവർ വെടിവെച്ചത്. പുറത്തേക്കു കടക്കാൻ മാർഗമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടങ്ങിയ ഗ്രാമീണരായിരുന്നു അവരിലധികവും. മൈതാനത്തു തന്നെയുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് പലരും എടുത്തുചാടി. അവരും കൊല്ലപ്പെട്ടു. 120 പേരുടെ മൃതദേഹങ്ങളാണ് കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. 1000-ലധികം പേർ അന്ന് കൊല്ലപ്പെട്ടു. 379 പേർ മരിച്ചു എന്നാണ് സർക്കാർ കണക്ക്. 1200-ലധികം പേർക്ക് പരിക്കുപറ്റി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരവും നിന്ദ്യവുമായ പട്ടാള നടപടിയായിരുന്നു ജാലിയൻ വാലാബാഗിൽ അന്ന് നടന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. അന്ന് 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഭഗത് സിംഗിന് ഈ കൂട്ടക്കുരുതിയുടെ വാർത്ത ഞെട്ടലുണ്ടാക്കി. ആ ബാലൻ വളരെയധികം ദുഃഖം സഹിച്ച ഒരു സംഭവമായിരുന്നു അത്. പിറ്റേന്ന് ഭഗത് സിംഗ് ആരോടും പറയാതെ ജാലിയൻ വാലാബാഗ് മൈതാനത്തെത്തി. കാവൽ നിന്ന പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് അകത്തു കടന്നത്. ആയിരങ്ങളുടെ ചോര വീണ ആ മണ്ണ് ചുവന്നുപോയിരുന്നു. അവിടെ നിന്നും മടങ്ങിയ ഭഗത് സിംഗ് ചോര പുരണ്ട കുറച്ചു മണ്ണ് തന്റെ കൈവെള്ളയിൽ മുറുകെ പിടിച്ചാണ് അന്ന് വീട്ടിൽ തിരിച്ചെത്തിയത്. കർഫ്യൂ നിലവിലുണ്ടായിരുന്നതിനാൽ കുട്ടിയെ കാണാതെ വീട്ടുകാർ പരിഭ്രമിച്ചിരുന്നു. താമസിച്ചതിന് സഹോദരി കാരണം തിരക്കി. ചോര പുരണ്ട ചുവന്ന മണ്ണ് മുറുകെ പിടിച്ച കൈവെള്ള തുറന്നുകാട്ടി ഭഗത് സിംഗ് പറഞ്ഞു, നോക്ക്, ബ്രിട്ടീഷ് പട്ടാളം ഇന്നലെ ചുട്ടുകരിച്ച ആയിരങ്ങളുടെ രക്തമാണ് ഈ മണ്ണിൽ. ഇതിന് നീ അഭിവാദ്യമർപ്പിക്ക്. ആ മണ്ണ് ഒരു കുപ്പിയിലാക്കിയ ഭഗത് സിംഗ് തന്റെ മുറിക്കുള്ളിൽ ഒരു ഉയർന്ന പീഠത്തിൽ വെച്ചു. അതിനു ചുറ്റും പൂക്കൾ വിതറി തൊഴുകൈയോടെ അഭിവാദ്യമർപ്പിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഭഗത് സിംഗ് അനുഭവിച്ച തീവ്ര ദുഃഖം പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാക്കി.
നാടിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് അന്നു മുതൽക്കാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജ്വലിച്ചു നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശനത്തോടെയാണ് അത് സാധ്യമായത്. കോൺഗ്രസിന് ഗാന്ധിജി ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ബഹുജന സംഘടനയാക്കി മാറ്റി. വെറും യോഗങ്ങൾ കൂടി പ്രമേയം പാസാക്കി പിരിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഗാന്ധിജി കോൺഗ്രസിനെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാക്കി പരിവർത്തിപ്പിച്ചു. അതോടെ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരുമെല്ലാം ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. ഗാന്ധിജി കോൺഗ്രസിന്റെ അവസാന വാക്കായി, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ദേശവ്യാപകമായി സമരങ്ങൾ നടത്താൻ ഗാന്ധിജി തീരുമാനിച്ചു. അതിന്റെ തുടക്കമായിട്ടാണ് 1920 ആഗസ്റ്റ് 1 മുതൽ നിസ്സഹകരണ സമരം ആരംഭിച്ചത്.